1945 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലാണ് ബീഗം ഖാലിദ സിയയുടെ ജനനം. ചായക്കച്ചവടക്കാരനായ പിതാവിനൊപ്പം ഇന്ത്യ വിഭജനത്തിന് ശേഷം കുടുംബസമേതം ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക്. യുവസൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സിയാവുർ റഹ്മാനെ വിവാഹം കഴിക്കുന്നത് 15-ാമത്തെ വയസ്സിൽ. 1981 ചിറ്റഗോങ്ങിൽ വെച്ച് സൈനിക ഉദ്യോഗസ്ഥർ സിയാവുർ റഹ്മാനെ വധിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ പൊതുരംഗത്ത് അതുവരെ സജീവമല്ലാതിരുന്ന ബീഗം ഖാലിദ സിയ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തി. അവിടെ തുടങ്ങുകയായിരുന്നു ഖാലിദ സിയ എന്ന രാഷ്ട്രീയ നേതാവിന്റെ യാത്ര. তারা সকল প্রলোভন প্রত্যাখ্যান করে গণতন্ত্রের সৎ চর্চা করেছেন. 1990 ഇർഷാദിന്റെ ഭരണകൂടം നിലം പതിക്കുന്നതുവരെ ജനാധിപത്യത്തിനായുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായി ഖാലിദ. അന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ച ബഹുകക്ഷി രാഷ്ട്രീയം, മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വതന്ത്ര വിപണി, ഉത്തരവാദിത്തം എന്നിവയിലൂന്നിയായിരുന്നു ഖാലിദ സിയയുടെ പ്രവർത്തനവും. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടവുമായി 1991 സിയ അധികാരത്തിലെത്തി. പിന്നീട് 96 വരെയും 2001 മുതൽ 2006 വരെയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ഭരണത്തിൽ. 2006 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ രാജിവെച്ചു. തന്റെ ഭരണകാലയളവിൽ നിർണായക തീരുമാനങ്ങളും നീക്കങ്ങളും അവർ നടത്തി. പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യവും നിർബന്ധിതവുമാക്കി. 70% നിരക്ഷരരുണ്ടായിരുന്ന ഒരു രാജ്യത്ത് യുവതികളെ പഠിപ്പിക്കുന്നതിനായി എടുത്ത തീരുമാനങ്ങൾ ശ്രദ്ധേയമായി. 10ാം ക്ലാസ് വരെ പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകിയത് നിർണായക ഇടപെടലായി. ആ സമയത്ത് ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ടുവെച്ച വിദേശ നയങ്ങളും സാമ്പത്തിക പരിഷ്കരണങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. 2008 ഷെയ്ഖ് ഹസീന സർക്കാർ രൂപീകരിച്ചതോടെ സിയയ്ക്കെതിരെ അഴിമതി വിരുദ്ധ കമ്മീഷൻ കേസ് ഫയൽ ചെയ്തു. വിവിധ കേസുകളിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സിയയെ 17 വർഷത്തേക്ക് ജയിലിലടച്ചു. ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ചതോടെ 2024 ഓഗസ്റ്റിലാണ് ജയിൽ മോചിതയായത്. പിന്നാലെ 2025 എല്ലാ അഴിമതി കേസിലും ബംഗ്ലാദേശ് സുപ്രീം കോടതി അവരെ കുറ്റവിമുക്തയാക്കി. ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കപ്പെട്ട ശേഷം രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ആദ്യ വനിതാ പ്രധാനമന്ത്രിയുടെ വിയോഗം. ന്യൂസ് ഡെസ്ക്, അമൃത TV.